ഇന്നും മടിയായിരുന്നു. ഇന്ന് ആദ്യം വിചാരിച്ചു ഇന്നലെ നടന്നു, അതുകൊണ്ട് ഇന്ന് നടക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലെ 7:30 നടക്കാൻ പോയെ. ഇന്ന് അതിലും മുന്നേ എണീറ്റ് 6:30 ആയപ്പോൾ എണീറ്റ്. അപ്പോൾ ഇന്നലെ 7:30 നടക്കാൻ പോയെങ്കിൽ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ടായാലും നടന്നാൽ മതി. ഇന്ന് നടക്കണം എന്നുള്ള ഒരു തോട്ടി അങ്ങ് ഇറങ്ങി. ഇന്നലത്തെക്കാട്ടിലും കുറച്ചുകൂടെ നടക്കണം ഇന്നിപ്പോൾ. വൈഡാക്കണോ? ബാക്കി തിരിച്ച് ക്യാമറ എടുക്കാനും അറിയത്തില്ല. എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ബാക്കി തിരിച്ച് വെക്കാം. ക്യാമറ തിരിച്ചു വെച്ചോണ്ട്. സോ ഡേ 2 ഓഫ് വാക്കിംഗ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ നടന്നായി. ഇന്നൊരു 5 കിലോമീറ്റർ നടത്തി. ഡെയിലി നടക്കാവുന്ന പ്ലാൻ. ക്യാമറ എങ്ങനെ പിടിക്കണ്ടേന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ പിടിക്കണം. ാണോ? ഓക്കെ, സോ ഒളനാട് വരെ എത്തി. ഒളനാട് നിന്ന് തിരിച്ചു പോവാം. വീഡിയോ എടുക്കാൻ എന്തോ ഒരു നാണക്കേടും പറയാൻ തന്നെ എന്തൊരു ആണ്. ഓക്കെ, അപ്പം ഇന്ന് വീഡിയോ എടുത്തു. ഇതിടുമെന്നൊന്നും അറിയത്തില്ല, കാരണം അത്രയ്ക്ക് ശരിയായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പറയാനും എനിക്ക് നാണകം. ഓക്കെ, ആദ്യം വീഡിയോ എടുക്കുന്നത് ഏത് ആംഗിളിൽ പിടിക്കണം എന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴേ ക്യാമറയൊക്കെ ഉണ്ട്, എന്താ നല്ലതെന്ന്. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട് ഒരു വൈഡ് ആംഗിൾ വേണ്ടായിരുന്നു. ഇതുകൊണ്ടത് പറ്റത്തില്ല. ഫേസ് മാത്രം സൂമായിട്ടിരിക്കും. ഓക്കെ, സോ വെച്ചെടുക്കാം. എങ്ങനെ പോവെന്ന് അറിയത്തില്ല. ഡെയിലി ഇങ്ങനെ എടുത്താൽ കൊള്ളാമൊന്നും ഇല്ല. ഡെയിലി ഇരിക്കുമ്പോൾ തന്നെ മടിയാ. ഇന്ന് എടുക്കണോ അല്ല ഇന്ന് പോകണോ. ഇന്ന് രാവിലെ എണ്ണീറ്റപ്പോൾ നാളെ പോവാം, ഒരു ദിവസം ഇടവിട്ട് പോവാം. അതാ മടി. ഇന്നലെ പോയി എങ്കിൽ ഇന്ന് ഒരു ദിവസം ഇടവിട്ട് പോവാം എന്നുള്ള ആ ചിന്ത മാറ്റി എടുക്കണം. ഡെയിലി അങ്ങ് പോവാം. അവിടെ ഒരു പട്ടി നിൽപ്പുണ്ട്. നമ്മൾ കടിക്കുമെന്ന് നോക്കാം. ഈ 1 അല്ല 2. അടുത്തൂടെ പോയാൽ കടിക്കാൻ ചാൻസ് ഉണ്ടാവും തോന്നുന്നു. കടിക്കത്തില്ലായിരിക്കും. ഇല്ല, കടിച്ചില്ല. പാവം കൊച്ചുപട്ടി, ഒന്നും കടിക്കാനില്ല. കുറേ വരുന്നുണ്ടോ? തിരിഞ്ഞു നോക്കിയാൽ കടിക്കുക. പട്ടി വരുന്നില്ല. ഷോട്ട് ആക്ച്വലി ഇതൊക്കെ ഒരു പവർ ഉണ്ടെന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ ഫിയർ മണത്തറിയാനുള്ള മേ ബി കാണും, ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ പോയാ കള്ളന്മാരാന്ന് പറഞ്ഞ് എന്തായാലും പട്ടി കടിക്കും. വണ്ടിയാ പോകുന്നത്. നേരത്തെ ഇറങ്ങുന്നതല്ല നല്ലത്. അല്ല ഈ വണ്ടിയുടെ സൗണ്ട് കൊണ്ടൊന്നും പറയുന്നത് കേൾക്കത്തില്ല. നമുക്കും ബുദ്ധിമുട്ടാ, അവർക്കും ബുദ്ധിമുട്ടാ. സൺലൈറ്റ് വരുമ്പോ വേണ്ട. ഇറങ്ങാം.
ഈ ലെൻസ് എങ്ങനെ ഫേസ് ചെയ്തെന്നോ ലൈറ്റിൽ. ആക്ച്വലി ഇതാണ് ഇങ്ങനെയായിരുന്നു നല്ലതായിരുന്നു. പക്ഷേ ലൈറ്റ് ഇങ്ങോട്ടാ, എനിക്കും ഇങ്ങോട്ടാണ് പോകേണ്ടത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നടക്കുമ്പോൾ എപ്പോഴും റോഡ് സൈഡിൻ്റെ റൈറ്റ് സൈഡ് നോക്കി നടക്കുക. റൈറ്റ് സൈഡിൽ അതാകുമ്പോൾ വണ്ടി വരുന്നതും കാണാം, അത്രേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡാണെങ്കിൽ കണക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നടക്കുന്നതെങ്കിൽ നമുക്കെപ്പോഴും ബാക്കിലോട്ട് നോക്കി നടക്കേണ്ടി വരും. ബാക്കിൽ നിന്ന് ഏതാ വണ്ടി വരുന്നത്. സോ റൈറ്റ് സൈഡാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നു. സോ നടക്കുമ്പോൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നടക്കുമ്പോൾ എപ്പോഴും റൈറ്റ് സൈഡ് വഴി നടക്കുക റോഡിൻ്റെ. നമ്മളിപ്പോൾ ഒരാൾ ബാക്കിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അത് ഫ്രണ്ടിലാണെങ്കിലോ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളൂ റോഡിൽ കൂടെ നടക്കുന്നതന്നെ. നമ്മളെപ്പോഴും റൈറ്റ് സൈഡ് നോക്കി നടക്കുക, അതായിരിക്കും നല്ല. നമുക്ക് മാറാനൊരു ചാൻസ് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ നടന്ന അറിയത്ത് പോലുമില്ല, വന്നടിച്ചിട്ട് ഇട്ട് പോകും. ഡെയിലി ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു. ആക്ച്വലി നല്ല വലിയ കുഴപ്പമൊന്നുമില്ല രാവിലെ എണീറ്റ് നടക്കുന്നത്. മണി ഗസ്റ്റിൻ്റെ വണ്ടിയാണ്. പുലിക്കുന്നമ്പലം ഒരു ദിവസം പോകണം.